ഒരു കലാകാരനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു കലാകാരിയെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കല പ്രകടിപ്പിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഒരു കലാകാരിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോംസ് കിട്ടുക എന്നുള്ളത്. അങ്ങനെ കിട്ടാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ ദുഃഖം. മനസ്സിലായില്ലേ? ഒരു കലാകാരിയെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ശരീരം കൊടുക്കേണ്ടി വരും എന്നുള്ളൊരു ആശങ്ക കൊണ്ട് മാത്രം നമുക്ക് നമ്മുടെ ഒരു കലയെ പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന ആ ഒരു ദുരന്തം ആലോചിച്ച് നോക്കും. അങ്ങനെ സിനിമകൾ നഷ്ടമായിട്ടുണ്ടോ? സിനിമകൾ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ എനിക്ക് ചില പ്രശ്നങ്ങൾ അത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മളൊരു ഈ രീതിയിൽ ആണെങ്കിൽ മതി എന്നുള്ള അർത്ഥത്തിലുള്ള പല സമീപനങ്ങളും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. ഏത് സ്ത്രീയും ഫേസ് ചെയ്യുന്ന അത്ര കണക്റ്റഡ് ആയിട്ട് വരുന്ന ഫീൽഡുകളിലൊക്കെ സിനിമ, സീരിയൽ, അങ്ങനെയൊക്കെ പല മേഖലകളിൽ നിന്നൊക്കെ. ഞാൻ പിന്നെ സീരിയലിൽ അങ്ങനെ ആക്റ്റീവാകാൻ ഉദ്ദേശിച്ചിട്ടില്ല, പക്ഷെ എന്നാലും ചിലർ ആ രീതിയിൽ അപ്രോച്ച് ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. അതും ഞാൻ നേരത്തെ രാഷ്ട്രീയത്തിൻ്റെ കാര്യം പറഞ്ഞത്. രാഷ്ട്രീയത്തിലും ഇതേ പ്രശ്നമുണ്ട്. എനിക്ക് ഇത്തരത്തിലൊരു യുവ നേതാവിൻ്റെ അടുത്ത് നിന്ന് വളരെ മോശമായ ഒരു സമീപനം ഉണ്ടായിട്ടുണ്ട്. അശ്ലീല സന്ദേശങ്ങൾ അയക്കുക, മോശമായ അപ്രോച്ചസ് ഉണ്ടാവുക. അപ്പോൾ നമുക്കറിയാം, റീസെൻ്റ്ലി ചില വീഡിയോസൊക്കെ അതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്നു. ഈ വിഷയത്തിൽ നമ്മൾ പലരോടും ഇതിനെ സംബന്ധിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പോലും സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് പറയുന്ന പല മാന്യ അദ്ദേഹങ്ങളും യഥാർത്ഥത്തിൽ ഹൂ കെയേഴ്സ് എന്ന ആറ്റിറ്റ്യൂഡുള്ളവരാണ്. ഈ പറയുന്ന ആളുകൾക്ക് നമ്മളിത് പറഞ്ഞതിന് ശേഷവും വലിയ വലിയ സ്ഥാനങ്ങൾ നൽകുന്ന അവസ്ഥയാണ്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഈ ഒരു വിഷയം ഇത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വളരെയധികം നിൽക്കുന്ന ഒരു വിഷയമാണ്. കറൻ്റ് നിൽക്കുന്ന ഒരു വിഷയവും കൂടിയാണ്, അറിയാലോ. എന്നിട്ടും ഇത് മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ ഇതിനെ അങ്ങ് തിരസ്കരിക്കുകയാണ്. മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ ഇതിനൊന്നും ഒരു ഇതും കൊടുക്കുന്നില്ല. ഈവൺ അവരെ പോലും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ചില വാർത്തകൾ വന്നിട്ട് പോലും. അതാണ് ഹൂ കെയേഴ്സ്. അതാണ്.